നമസ്കാരം. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം എന്ന് മഹാകവി അക്കിത്തം പാടിയിട്ടുണ്ട്. കവി വൈകാരികമായി പാടിയ ഈ വരികൾ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുകയാണ് കമ്മികളും സൈബർ ചാവേറുകളും ചില മന്ത്രിമാരൊക്കെ. അവർക്ക് ആവശ്യം വരുമ്പോഴൊക്കെ കണ്ണീർത്തുള്ളിയെ അവർ സ്ത്രീയോട് ഉപമിക്കും, അല്ലാത്തപ്പോൾ അവരെ നാണം കെടുത്തും. രാഹുൽ വിഷയത്തിൽ കണ്ണീർ ഘനീഭവിച്ച മുഖവുമായി വീണ ജോർജ് അതിജീവിതയെ ചേർത്ത് പിടിക്കുന്നു. ശിവൻകുട്ടിയാകട്ടെ ഞങ്ങളുണ്ട് കൂടെ എന്ന് പ്രഖ്യാപിക്കുന്നു. പെൺകുട്ടിക്കായി ഹൃദയവേദനയോടെ കരയുന്നു. മറ്റുള്ളവർക്കായി സൂയിസൈഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സതുദ്ദേശക്കാരി ദിവ്യ കരഞ്ഞ് തളരുകയാണ് സുഹൃത്തുക്കളെ. മറ്റുള്ളവർക്കായി ഇങ്ങനെ കണ്ണീർക്കണം കമ്മികൾക്കല്ലാതെ ആർക്ക് പൊഴിക്കാൻ കഴിയും? കാരണം അവരുടെ ഹൃദയം നിർമ്മലവും മനസ്സ് പരിശുദ്ധവുമാകുന്നു. മനം കല്ലുകൊണ്ട് നിർമ്മിച്ച കോൺഗ്രസ്സുകാർക്കറിയില്ല ഇരകളുടെ വേദന. കള്ളക്കണ്ണീരുകാർക്ക് ജനം നല്ല ചുട്ട കമൻറ്റിലൂടെ മറുപടിയും കൊടുക്കുന്നുണ്ട്. ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്ന പോലെയുള്ള ഒരേർപ്പാടാണിത്. വീണ ജോർജ് വിങ്ങുന്ന ഹൃദയവികാരങ്ങളുള്ള ഒരു പോസ്റ്റ് 3 ദിവസം മുമ്പ് കാച്ചിയിരുന്നു. ജീവിതത്തിൽ തോറ്റുപോകരുത്. ഏറെ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നും പല അനുഭവങ്ങൾ ഉണ്ടായേക്കാം. തളർന്നു പോകരുത് കുഞ്ഞെ. ജീവിത സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ സർക്കാരുണ്ടത്രേ കൂടെ. ഹൂ കെയേഴ്സ് എന്നല്ല വി കെയർ എന്നാണ് സർക്കാർ പറയുന്നത്. മെഡിക്കൽ കോളേജിൽ അബോധാവസ്ഥയിൽ മയങ്ങിയ ഒരു സ്ത്രീയെ CITUക്കാരനായ ജീവനക്കാരൻ പീഡിപ്പിച്ചതിൻ്റെ കഥ എന്താണെന്ന് ചേച്ചി ഒന്ന് പറഞ്ഞതായോ? നിങ്ങളുടെ ചേർത്തുപിടിയും വിട്ടുപിടിയും തള്ളിക്കളയിലും ജനം കണ്ടതാണ്. സാക്ഷ്യം പറഞ്ഞ ഒരു നേഴ്സിനെ നിങ്ങൾ ചേർത്ത് പിടിച്ചു വലിച്ചെറിഞ്ഞത് എങ്ങോട്ടായിരുന്നു? ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ടു അവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ. വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിനെയും ആശാസമരക്കാരെയും നിങ്ങൾ ചേർത്ത് പിടിച്ചത് കേരളം കണ്ടതാണ്. ആരോഗ്യരംഗത്തെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരു ഡോക്ടറെ നിങ്ങൾ ചേർത്തു പിടിച്ചതും കഴുത്ത് ഞെരിച്ചതും ഞങ്ങൾ കണ്ടതാണ്. മലയാളപ്പുഴയിൽ ചെന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ കെട്ടിപ്പിടിച്ച് എന്തൊരു കരച്ചിലായിരുന്നു നിങ്ങൾ. ശരിക്കും വീണ ജോർജ് ഒരു ലേഡി ധൃതരാഷ്ട്രാണ്. ധൃതരാഷ്ട്രാലിംഗനത്തിൽപ്പെട്ടാൽ തവിട് പൊടിയായത് തന്നെ. ആശുപത്രിയിൽ രോഗിയെ പരിചരിക്കാൻ എത്തുന്നവർ കെട്ടിടത്തിനടിയിൽപ്പെട്ടാൽ വീണയെ വിളിക്കേണ്ട നമ്പർ ആദ്യം പരസ്യപ്പെടുത്തണം. അടിയിൽ ആരുമില്ല, കെട്ടിടം ഉമ്മൻചാണ്ടിയുടെ കാലത്തേതാണെന്ന് വീണ പറയുന്നതോടെ മണ്ണിനടിയിൽ കിടന്നു മരിക്കാം. വന്ദനാദാസ് എന്ന കൊച്ചു ഡോക്ടർ കുത്തുകൊണ്ട് മരിക്കേണ്ടി വന്നത് ആ കുട്ടിക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞയാളാണ് ഈ മന്ത്രി. എത്രയോ തവണ വീണയുടെ കണ്ണീർ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഒടുക്കത്തെ അഭിനയമാണ്. ഇവർക്ക് നാടോടി നൃത്തത്തിൽ മാത്രമല്ല നാടക നടിക്കുള്ള പുരസ്കാരവും കൊടുക്കണം. ഈ വീണയാണ് രാഹുലിൻ്റെ അതിജീവിതയെ ചേർത്ത് നിർത്തുമെന്ന് പ്രഖ്യാപിച്ചത്. വയറ് നിറച്ചു തന്നെ വീണയ്ക്ക് എല്ലാ പോസ്റ്റിനും മറുപടി കിട്ടുന്നുമുണ്ട്. പ്രിയപ്പെട്ട സഹോദരി തളരരുത്, കേരളം നിനക്കൊപ്പം എന്നാണ് ഇന്നലത്തെ പോസ്റ്റ്. പ്രിയപ്പെട്ട സഹോദരി തളരരുത്, ഇലക്ഷൻ കഴിഞ്ഞ് അല്പം തളർച്ചയാകാം. എന്തായാലും ഈ മന്ത്രിയുടെയൊക്കെ ജനപ്രീതി അവരിടുന്ന പോസ്റ്റിന് താഴെയുള്ള കമൻറ്റിൽ വായിക്കാം. ഇപ്പോൾ സഖാക്കളാരും കൂട്ടത്തോടെ വന്ന് രക്ഷിക്കാനുമില്ല. പണ്ട് മുകേഷിൻ്റെ ഭാര്യ സരിതയെ ഇൻ്റർവ്യൂ ചെയ്തതും വീണ ജോർജ് ആയിരുന്നില്ലേ? സ്ത്രീകളെ മുകേഷ് എങ്ങനെ ബഹുമാനിക്കുന്നു എന്ന വിധം അവർ പറഞ്ഞു തന്നതല്ലേ? ആശുപത്രിയിൽ കിടന്ന് ചികിത്സ കിട്ടാതെ മരിക്കേണ്ടി വന്ന പാവൻ രോഗികളെ കൂടെ വീണ മന്ത്രി ഒന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ. നിലത്ത് കിടത്തി ചികിത്സയിലൂടെ ലോകമറിഞ്ഞ മന്ത്രിയാണ് നമ്മുടെ വീണ. അടുത്തതായി രാഹുലിൻ്റെ ഇരയ്ക്ക് വേണ്ടി കരഞ്ഞു കണ്ണീരൊഴുക്കുന്ന സ്ത്രീരത്നം കണ്ണൂരെ സതുദ്ദേശക്കാരിയാണ്. ഇവരെപ്പറ്റി ഇനി ഒന്നും പറയുന്നില്ല. ഉളുപ്പെന്ന വാക്ക് 7 അയലത്തുകൂടി പോകാത്ത ഒരു സ്ത്രീയാണിത്. അവർ രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി കാത്തിരിക്കുകയാണ്. ഇവരുടെ ഓർമ്മകൾക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? ഇന്നലകൾ പെട്ടെന്ന് മറന്നു പോകുന്നു. ചിതലരിച്ച തലച്ചോറുമായിട്ടാണ് ഇവരുടെയൊക്കെ ജീവിതം. അമ്ലേഷ്യം എന്ന അസുഖമാണിത്. ഫ്ളാറ്റ് ചവിട്ടിപ്പൊളിച്ച് കയറി ചെന്നവരെ രാഹുൽ ബലാത്സംഗം ചെയ്തുവെന്നാണ് ഇര ഇപ്പോൾ പറയുന്നത്. ഒരക്രമി തൻ്റെ ഫ്ളാറ്റ് ചവിട്ടിപ്പൊളിച്ച് വരുമ്പോഴെങ്കിലും ഇരയൊന്ന് വിളിച്ചു കൂവേണ്ടതായിരുന്നില്ലേ? തന്നെ റേപ്പ് ചെയ്യുന്ന പുരുഷനെ വിഷം പോലെ വെറുക്കുന്നതാണ് സ്ത്രീയുടെ മനഃശാസ്ത്രം. പക്ഷേ ഇവിടെയോ എനിക്ക് നിന്റെ കുഞ്ഞിനെ വളർത്തണമെന്നാണ് ഇരയുടെ വാശി. അശ്ലീല ചിത്രം എടുത്തപ്പോഴും ഈ പാവം തടഞ്ഞില്ല. ഇവനൊരു ക്രൂരനായ ചതിയനാണെന്ന് അപ്പോഴെങ്കിലും ഈ പെൺകുട്ടി മനസ്സിലാക്കേണ്ടതല്ലേ? ഈ കഥയുടെ ഉദ്ദേശ്യം മറ്റൊന്നുമല്ല. രാഹുലിൻ്റെ ഫോൺ പിടിച്ചെടുക്കാൻ ഈ വകുപ്പ് കൂടി ചേർത്താലേ മാർഗമുള്ളൂ. രാഹുലല്ലാതെ CPMലെ ഒരു MLA ആണ് ഈ വിഷയത്തിൽ പ്രതിയെന്നിരിക്കട്ടെ. ഗോവിന്ദൻ മുതൽ വീണ ജോർജ് വരെ പറയും കോടതി ശിക്ഷിച്ചാലേ കുറ്റവാളിയാകൂ എന്ന്. സതീദേവി അതിന് യെസ് വെക്കും.
എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലം ഗർഭഗത വെള്ളം തൊടാതെ വിഴുങ്ങാൻ കമ്മികളല്ലാതെ ആരും തയ്യാറല്ല. കാരണം ഇവരുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് ജനത്തിനറിയാം. ഇനി അടുത്ത കരച്ചിലുകാരൻ കോടിയേരി പുത്രൻ ബീഡിയേരിയാണ്. നിത്യവും 2 പോസ്റ്റ് വീതം കാച്ചി ബീഡിയേരി തെറിയഭിഷേകം വാരിക്കൂട്ടുകയാണ്. ബീഹാറിലെ കൊച്ചിൻ്റെ കൊച്ചച്ഛന് സുഖമാണോ എന്നാണ് എല്ലാവരുടെയും അന്വേഷണം. ഇത്രയൊക്കെ തെറി കേട്ടാലും പാർട്ടിക്ക് വേണ്ടി ചത്തുകിടന്ന് പണിയെടുക്കുന്ന ഈ യുവാവിൻ്റെ ജീവിത ദൈന്യം നമ്മൾ കാണാതെ പോകരുത്. ശരിക്കും കള്ള കമ്മ്യൂണിസത്തിൻ്റെ ഉപജ്ഞാതാക്കളാണ് ഈ കോടിയേരിക്കാർ. ഭൗതികവാദം വല്ലാതെ കത്തുനിന്ന കാലത്ത് കണ്ണൂർ മുട്ടുമേൽ ബാലകൃഷ്ണൻ ഭാര്യ വിനോദിനി എന്ന പേരിൽ കാടാമ്പുഴയിൽ പോയി പൂമൂടലും മുട്ടറുക്കലും വഴിപാട് ഷീട്ടാക്കി എടുത്തവരാണ് ഈ പുള്ളികൾ. എത്ര കാലം മയക്കുമരുന്ന് കേസിൽപ്പെട്ട് അകത്ത് കിടന്നവനാണ് ഈ ബീഡിയേരി എന്ന് ഓർക്കണം. രാഹുലിനെ സൈക്കോപാത്ത് എന്നൊക്കെ മീഡിയയിൽ വിളിക്കുന്ന ഈ സൈക്കോ സഹോദരന്മാർ ചില്ലറ അഭിമാനമല്ല പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തത്. സ്വന്തം പിതാവിനെ വേദനിപ്പിച്ച് രോഗിയാക്കിയ സഖാവാണിതെന്ന് ഓർക്കേണ്ടതുണ്ട്. അടൂരുകാരൻ പാലക്കാട്ട് ചെന്നുണ്ടാക്കിയ ജനപ്രീതിയുടെ 4-1 കണ്ണൂരിൽ സ്വന്തം വീട്ടുമുറ്റത്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ബിനീഷിന്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡ് ജയിക്കാൻ ഇയാൾക്ക് കഴകത്തുണ്ടോ? ഇയാളെ പാർട്ടി എവിടെയെങ്കിലും നിർത്തിയോ? ഇദ്ദേഹം ഇപ്പോൾ തലസ്ഥാനത്ത് വന്നാണ് പ്രചാരണം കൊഴിപ്പിക്കുന്നത്. രാഹുലിനെ CPMകാരേക്കാൾ കൂടുതൽ ശക്തമായ ഭാഷയിൽ വിമർശിച്ച രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഭൂതകാലം മറന്ന മറ്റൊരു ഉണ്ണാക്കൻ നേതാവ്. കൊട്ടാരക്കര ഗണപതിയുടെ കരിപ്രസാദം നെറ്റിയിൽ തൊട്ടാൽ മാത്രമേ ഉണ്ണിത്താന് പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ ഒരു കാലത്ത്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഗുണം പിടിക്കാതെ കിടന്ന ഉണ്ണിത്താൻ എങ്ങനെയോ ഭാഗ്യം കൊണ്ട് MP ആയി. അതോടെ അദ്ദേഹം ഭൂതകാല കുളിരുകളെല്ലാം മറന്നുപോയി. ആർക്കും വേണ്ടാതെ KPCC ഓഫീസിൻ്റെ തിണ്ണയിൽ ഒതുങ്ങിയ ഉണ്ണിത്താൻ മുജ്ജന്മ സൗഹൃദം കൊണ്ടാണ് MP ആയി കാസർകോട്ടെ മണ്ണിൽ എത്തിയത്. അതോടൊപ്പം ഗണപതിയുടെ കരിപ്രസാദം തനിക്ക് ഇണങ്ങുന്നതല്ലെന്ന് പുള്ളി തിരിച്ചറിഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ തിരുനെറ്റി ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ ഉണ്ണിത്താനാണ് പറഞ്ഞത് നാറിയവനെ പേറിയാൽ പേറിയവൻ നാറുമെന്ന തത്വം. രാഹുൽ മാങ്കൂട്ടം വടി കൊടുത്ത് അടി വാങ്ങുകയായിരുന്നു അത്രേ. ഉണ്ണിത്താനെ 2009 ഡിസംബർ 21 നിങ്ങളെ മലപ്പുറത്തെ ഒരു വാടക വീട്ടിൽ CPMകാർ വളഞ്ഞിട്ട് പിടിച്ചത് ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോഴാണോ? മഞ്ചേരിയിൽ വീട് വാടകയ്ക്കെടുത്ത് അനാശാസ്യം നടത്തതിനല്ലേ അന്ന് പിടികൂടിയത്? ഒരു യുവതിക്കൊപ്പം നിങ്ങളെ CPMകാർ പതിയിരുന്ന് പിടികൂടുകയായിരുന്നു. അന്ന് അഴിഞ്ഞുപോയ മുണ്ടെടുക്കാൻ പോലും ത്രാണിയില്ലാതെ ഉണ്ണിത്താൻ പോലീസ് സ്റ്റേഷനിൽ നാണം കെട്ട് തല താഴ്ത്തിയിരിക്കുന്ന രംഗം നിങ്ങൾ മറന്നാലും ഞങ്ങളാരും മറന്നിട്ടില്ല. വ്യഭിചാരത്തിനിടയിൽ നാട്ടുകാർ വളഞ്ഞു പിടികൂടിയവനാണ് നാറിയതിൻ്റെയും മണക്കുന്നതിൻ്റെയും കഥ പറഞ്ഞ് സദാചാരം പഠിപ്പിക്കാൻ ചെല്ലുന്നത്. ഒരുത്തനൊന്ന് വീണ് കിട്ടിയാൽ ചാടിക്കയറാൻ കോൺഗ്രസിൽ ഇങ്ങനെ നേതാക്കൾ തക്കം പാർത്തിരിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ചാനലുകളിൽ വന്നിരുന്ന് തൊണ്ടക്കുഴി കുത്തിപ്പിടിച്ച പോലെ ചർച്ച നടത്തിയതിനേക്കാൾ വീറും വീര്യവും ഉണ്ടായിരുന്നു മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയ ചിന്തകൾക്ക്. അതോടെ ജനം അയാളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഉണ്ണിയെ അന്ന് പിടികൂടുന്ന കാലത്ത് വ്യഭിചാരം കുറ്റമായിരുന്നു. ഇന്ന് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം കുറ്റമല്ല. അന്ന് കോൺഗ്രസ് ചിന്തിക്കുകയാണ് ഈ നാറിയ ഉണ്ണിത്താനെ ചുമന്നാൽ കോൺഗ്രസ് നാറുമെന്ന്. എങ്കിൽ എന്താകുമായിരുന്നു നിങ്ങളുടെ അവസ്ഥ? ഓർമ്മകളെല്ലാം മരവിച്ചു പോയ വെറും യന്ത്രങ്ങളാണ് ഈ രാഷ്ട്രീയക്കാർ. ഇവർക്ക് ഇന്നലകളില്ല, വർത്തമാനം മാത്രമേ ഉള്ളൂ. ഭാവിയോ ഭൂതമോ ഇല്ല. അന്നു കാൺമതിനെ വാഴ്ത്തുന്നു മാമുനിമാർ എന്നതാണ് നിലപാട്. കെ മുരളീധരൻ ഒരിക്കൽ പറഞ്ഞത് KPCC ഓഫീസിൽ അടച്ചിട്ട മുറിയിൽ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടെന്നായിരുന്നു. എന്തായാലും മഹാമാന്യനായി വിലസുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പഴയ ചരിത്രവും പുതിയ തലമുറ അറിഞ്ഞു. രാജ്മോഹൻ അന്ന് ഈ പിറപ്പുകേട് കാണിക്കുമ്പോൾ രാഹുലിന് 20 വയസ്സ് കാണും. പൊടിമീശ മുളയ്ക്കുന്ന പ്രായം. ഉണ്ണിത്താനെ മാതൃകയാക്കണമെന്ന് മോഹമുദിച്ച കാലം. പിന്നാലെ വന്ന തലമുറയെ വളർത്തുദോഷം കൊണ്ട് വഷളാക്കിയ മൂത്ത കോൺഗ്രസ്സുകാരാണ് ഈ സദാചാരത്തെപ്പറ്റി പ്രസംഗിക്കുന്നത് എന്നോർക്കണം. വേണമെങ്കിൽ ഈ തക്കത്തിന് പുറമറ്റത്തുകാരൻ പ്രൊഫസർ PJ കുര്യൻ സാറിനും രാഹുലിനെ ധാർമ്മികത പഠിപ്പിക്കാം. ഈ വിഷയത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം കരുതലോടെ നിയമത്തെ നിയമത്തിൻ്റെ വഴിക്ക് വിട്ടപ്പോൾ പോയ കോടാലി ഉണ്ണിത്താൻ ചാരിത്ര പ്രസംഗവുമായി ഇറങ്ങി. ആ യുവ നേതാവിനോടുള്ള പക തീർത്തു. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി ചിലപ്പോൾ VD സതീശനെ പ്രകൃതി വിരുദ്ധ പീഡന കേസിൽ പെടുത്തിയേക്കും. ഉമ്മൻചാണ്ടിയെ റേപ്പ് കേസിൽ പെടുത്തിയ ക്രൂരനായ പിണറായിക്ക് അതിന് താഴോട്ടുള്ളതൊക്കെ ഈസിയാണ്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ചണ്ടിയാക്കി നരേന്ദ്രമോദിയെ പൂജിക്കുന്ന ശശി തരൂരിനെ മര്യാദ പഠിപ്പിക്കാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. പറയാൻ അർഹതയുള്ളവർ സദാചാരത്തെപ്പറ്റി പറയട്ടെ, ഏത് പാർട്ടിക്കാരായാലും.
രാഹുൽ മാങ്കൂട്ടം ഒരു വിത്തുകാളയെപ്പോലെ നടന്ന് മേഞ്ഞിട്ടുണ്ടെങ്കിൽ കാലം കരുതി വെച്ച കാവ്യനീതി എന്താണോ അതങ്ങനെ തന്നെ നടക്കും. പ്രത്യയശാസ്ത്രമെല്ലാം കൈവിട്ട് പെണ്ണാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ബദലെന്ന് ചിന്തിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ നയത്തെയാണ് സാധാരണ മനുഷ്യരൊക്കെ നഖശികാന്തം എതിർക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും പെണ്ണുപിടിക്കാരനെയും പീഡനവീരനെയും വെളുപ്പിച്ച് ചായം പൂശാനല്ല ഈ പറയുന്നതൊന്നും. തെമ്മാടിത്തരവും ആഭാസത്തരവുമായി തങ്ങളെ സമീപിക്കുന്നവൻ്റെ കവിള് നോക്കി തല്ലാനുള്ള ആർജവം ഇന്നും ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്കില്ലെങ്കിൽ പിന്നെ കരഞ്ഞ് കണ്ണീരൊഴുക്കിയിട്ട് യാതൊരു കാര്യവുമില്ല.